ഒരു ഒറ്റക്കൊമ്പനായി പരാക്രമം കാട്ടി വന്ന അൻവർ ഒറ്റ ദിവസം തിരുവനന്തപുരത്തെത്തി മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരു 40 മിനിറ്റ് ഇരുന്നപ്പോഴേക്കും കൊമ്പൊക്കെ ഒടിഞ്ഞ് പതുങ്ങുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അൻവർ ഉയർത്തിയ ഒരു പേരിനൊരു അന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അൻവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹെഡ് മാസ്റ്റർക്കെതിരായ ആരോപണം അന്വേഷിക്കുന്നത് പ്യൂണാണോ എന്ന് അൻവർ തന്നെയാണ് ചോദിച്ചത്. ആ നിലക്കുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ കൂടിയും അൻവർ 2-3 ദിവസം ഉയർത്തിവിട്ട വലിയ ആരോപണങ്ങളുടെ കൊടുങ്കാറ്റുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ എ ഡി ജി പി ആളുകളെ കൊല്ലിച്ചിട്ടുണ്ട്, സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിൽ ഭാഗവാക്കാണ്, സുജിത് ദാസ് നടത്തിയ കാര്യങ്ങൾ ഇതൊക്കെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭരണകക്ഷി MLA ഇതിനൊക്കെ താൻ ഉത്തരവാദിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വെളിപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ, പരാതികളൊക്കെ ഇപ്പോഴും അവിടെ എയറിൽ നിൽക്കുകയാണ്. ഇതിലൊക്കെ അന്വേഷണം നീളേണ്ടതില്ലേ എന്നുള്ള ചോദ്യം അവിടെയുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്തിയെങ്കിൽ കൂടിയും അദ്ദേഹം ഉയർത്തിവിട്ട ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എവിടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ബാക്കിയാകുന്നത്. അതും കൂടി സംസാരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇന്നിപ്പോൾ ADGP പറയുന്നുണ്ട് ഈ ടീമിലെ ആളുകൾ എന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്നൊക്കെ. പക്ഷേ എങ്കിൽ കൂടി ഈ അന്വേഷണം എവിടം വരെ പോകാനുള്ള സാധ്യത ഉണ്ട് ആശ്രക? ഇതിൽ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ഈ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നു 40 മിനിറ്റ് ഇരുന്നപ്പോഴത്തേക്ക് പതുങ്ങി മടങ്ങി എന്നുള്ളത്. അതങ്ങനെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണോ അത് കാണേണ്ടത്? മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നു, പരാതി എഴുതി കൊടുത്തു. അതിൻ്റെ പശ്ചാത്തലം ഓർക്കണം. അതിൻ്റെ തലേ ദിവസം അൻവർ പറയുന്നത് 1-ാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നു, 1-ാം ഘട്ടം ഇവിടെ അവസാനിപ്പിക്കുന്നു, നാളെ മുഖ്യമന്ത്രിയുടെ അടുത്തെല്ലാം ഇത് എഴുതി പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് പരാതി കൊടുത്തു ഈ പറഞ്ഞതുപോലെ 40 മിനിറ്റ് സംസാരിച്ചു. തിരിച്ച് പുറത്തിറങ്ങി എല്ലാം കൂടി ഒരു 20-25 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശേഷമാണ് അവിടുന്ന് പുറത്തിറങ്ങി തിരിച്ചു വന്നു. ആദ്യം MLA ഹോസ്റ്റലിൽ വെച്ച് സംസാരിക്കാന്ന് പറഞ്ഞാൽ MLA ഹോസ്റ്റലിൽ വെച്ച് പത്രക്കാരോട് സംസാരിച്ചു. ഇതിൻ്റെ ഇടയിൽ മുഖ്യമന്ത്രിയുടെ ഒക്കെ നിറങ്ങളും ഈ MLA ഹോസ്റ്റലിൽ വെച്ചുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ആകെ 20-25 മിനിറ്റ്, അരമണിക്കൂർ തികച്ച് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് നമ്മളൊക്കെയും അതിനുശേഷം പറഞ്ഞ വാക്കുകൾ വെച്ചിട്ടാണ് നമ്മളൊക്കെയും ഇതിലെത്തിയത്, കൺക്ലൂഷനിലെത്തിയത്. മൂപ്പര് കീഴടങ്ങി, ചെന്നു കണ്ടു, കീഴടങ്ങി എന്നുള്ള മട്ടിലേക്ക്. അത് അങ്ങനെ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതല്ല ഉണ്ടായത്. അതിൻ്റെ പിറ്റേ ദിവസം ഉണ്ടായത് എന്താ, ഇതേ പരാതി പാർട്ടി സെക്രട്ടറിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. പാർട്ടി സെക്രട്ടറി അത് ഗൗരവത്തിലെടുക്കുകയും പാർട്ടിയും അന്വേഷിക്കുമെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് 5:30 മണിക്ക് പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിയുടെ പത്രസമ്മേളനം നടക്കാനുണ്ട്. ഇതിൻ്റെയൊക്കെ ആകമൊത്തം ഫലം, ആകമൊത്തം ചോദ്യം എന്താ വെച്ചാൽ അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എവിടെ എന്നുള്ളതാണല്ലോ. അത് എപ്പോഴാണ് ഉയരേണ്ടത്, അത് എവിടെ നിന്ന് ഉയരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും ആ ചോദ്യം. ഞാൻ കരുതുന്നത് അൻവർ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം CPMൻ്റെ പാർട്ടി സമ്മേളനങ്ങളിലാണ് ഉയർന്നു വരിക എന്നുള്ളതാണ്. അതുപോലും ഇപ്പോൾ ഈ 2-3 ആഴ്ചയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2 മാസമായിട്ട് 1 മാസത്തിനുള്ളിൽ നടന്നു തീരേണ്ട ബ്രാഞ്ച് സമ്മേളനങ്ങൾ എന്തായാലും അതുണ്ടാവില്ല. പിന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഒന്നാമത് നിരവധി എല്ലാ ബ്രാഞ്ചുകളിലും അവരവരുടെ പ്രാദേശിക പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പം സംസ്ഥാന സെക്രട്ടറിയുടെ നാട്ടിലെ ബ്രാഞ്ചിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ചെന്നപ്പം ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ മെമ്പർമാർ മാറി ഇരുന്നിട്ട് ഞങ്ങൾ സമ്മേളനത്തിലില്ല, നിങ്ങളങ്ങ് നടത്തിക്കൊള്ളി എന്ന് പറഞ്ഞതുപോലെ അത് വളരെ ചെറിയൊരു പ്രാദേശിക പ്രശ്നമായിരുന്നു അവരുടെ അംഗൻവാടിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉയർത്തിയിട്ടാണ് അവർ സമ്മേളനത്തിലില്ല എന്ന് പറഞ്ഞ് മാറിയത്. അങ്ങനെ ബ്രാഞ്ച് തലത്തിലെത്തുമ്പോൾ ഇതെല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന തരത്തിലുള്ള പ്രാദേശിക പ്രശ്നങ്ങൾ എല്ലാ തലത്തും ഉണ്ടാകും. തന്നെയുമല്ല, ബ്രാഞ്ചുകളിൽ മേലെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ മേൽഘടകങ്ങളിൽ നിന്ന് ചെല്ലുന്നവരൊക്കെ ഈ പറയുന്ന പോലെ ഏരിയ കമ്മിറ്റിയിൽ നിന്ന്, ലോക്കൽ കമ്മിറ്റിയിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അവർ ഇതിന് മറുപടി പറയേണ്ടവരല്ല, അല്ലെങ്കിൽ ആ തരത്തിൽ അവിടെ നടക്കില്ല. അതിനുശേഷം ഏരിയ സമ്മേളനങ്ങൾക്കും ശേഷം ജില്ലാ സമ്മേളനങ്ങളും ഈ പല സ്ഥലങ്ങളിലെയും വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഏരിയ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലായിരിക്കും ഈ സംഗതി ഉയർന്നു വരികയും സ്വാഭാവികമായിട്ട് അൻവർ ഉയർത്തിയ മുഴുവൻ കാര്യങ്ങളും പ്രതിനിധികൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളായിട്ട് തന്നെ ഉയർന്നു വരികയും അതിന് മറുപടികൾ അവിടെ പറയേണ്ടി വരികയും ചെയ്യുക. അങ്ങനത്തെ ഒരു ഘട്ടം അതിൽ വരാനുണ്ട്. അതാണ് ഞാനൊക്കെ കാത്തിരിക്കുന്നത്. രണ്ടാമത്തെ പ്രശ്നം, ഇതിൽ ഈ പറയുന്ന സംഗതികൾ ഉയർന്നു കഴിഞ്ഞതിന് ശേഷം, ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ അൻവർ ആരാണ് എന്ന്. അൻവർ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഒറ്റയാനാണ്, ഒറ്റക്കൊമ്പനാണ്. അത് പറയുമ്പോൾ നമ്മൾ സാന്ദർഭികമായിട്ട് മനസ്സിലാക്കേണ്ടി വെക്കേണ്ട ഒരു കാരണമുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം കുറച്ചു കാലമായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ ഈ അധികാര ഇടനാഴിയിൽ പാർട്ടികൾക്കോ ഇതിൻ്റെ നടത്തിപ്പുകൾക്കോ ഒന്നുമല്ല ഇപ്പം കുറച്ചു കാലമായിട്ട് സ്ഥാനമുള്ളത്. ഈ മാതിരി ഈ മാതിരി പ്ലെയേഴ്സിനാണ്. നമ്മൾ പറയില്ല, രാജ്യമില്ലാത്ത
എന്താണ് ഈ രാജ്യമില്ലാത്ത പ്ലേയേഴ്സ് എന്ന് പറയുന്ന പോലെ പാർട്ടിയില്ലാത്ത പ്ലേയേഴ്സിനാണ്. ഇപ്പോൾ അത് UDFൻ്റെ ഭരണത്തിൻ്റെ കാലത്താണെങ്കിൽ PC ജോർജ് ആയിരിക്കും, ഇവരുടെ കാലത്താണെങ്കിൽ അത് അൻവറായിരിക്കും. ഇങ്ങനത്തെ വാലും പിന്നെ എന്താണ് മുന്നും പിന്നും നോക്കാനുള്ളാത്ത ഇത്തരം കക്ഷികൾക്കാണ് സംഗതി ഉള്ളത്. പക്ഷേ ഈ കാര്യത്തിൽ ഈ അൻവറിൻ്റെ കാര്യത്തിലുള്ള പ്രശ്നം, ആദ്യം ഈ പാർട്ടിക്കൊരു പിന്നെ ബ്രീത്തിങ് സമയം കൊടുക്കേണ്ടതുണ്ട്. ഇവർക്ക് ഒരു കാര്യം തീരുമാനിക്കില്ല, ആരെ തള്ളിക്കളയണം ഇതിൽ നിന്ന്. അൻവറിനെ തള്ളി പറയാൻ പറ്റുമോ, ശശിയെ തള്ളി പറയാൻ പറ്റുമോ? ശശി ആരായിരുന്നു? ശശി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന്, ശശി എന്ന് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കിയ ഒരാളെ പിന്നീട് ബ്രാഞ്ചിലേക്ക് തിരിച്ചെടുത്ത് അവിടുന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരിച്ചെടുത്ത് കൊണ്ടുവന്ന് അവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മുഖ്യമന്ത്രി തന്നെ വളർത്തിയെടുത്ത് കൊണ്ടുവന്ന ആളാണ്. ഇയാളെ തള്ളിക്കളയാൻ പറ്റുമോ? അതല്ല ഈ അൻവർ പറയുന്നത് പോലെ പിന്നെ മലപ്പുറം ജില്ലയിൽ ഉള്ള പിന്നെ ഭരണപക്ഷ MLA-മാരൊക്കെ ഞങ്ങളാണ്, പാർട്ടിക്കാരല്ല എന്ന് പറഞ്ഞ ഇതുണ്ടല്ലോ. എല്ലാവരും ഇങ്ങനെ തന്നെ വന്ന് ജയിച്ചിട്ടില്ല. പാർട്ടിയുടെ പിന്തുണ കൊണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ അൻവർ പറഞ്ഞാൽ അൻവറിൻ്റെ പിന്തുണ കൊണ്ടാണ് ജയിച്ചത്. അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യത്തെ പിന്നെ തെരഞ്ഞെടുപ്പിൽ, അൻവറിന് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ പിന്നെ അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ എന്തായിരുന്നു സ്ഥിതി? അൻവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പം CPM അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ വോട്ടുകളും അൻവർ പിടിക്കുകയും ഇടതുപക്ഷ മുന്നണിക്ക് വെറും 2000 വോട്ട് മാത്രം കിട്ടുകയും ചെയ്യുന്ന അവസ്ഥയില്ലേ? എന്ന് പറഞ്ഞാൽ ആ മണ്ഡലത്തിൽ അൻവർ ജയിച്ചു വന്നത് അൻവറിൻ്റെ വോട്ട് കൊണ്ടും അൻവറിൻ്റെ കരുത്ത് കൊണ്ടും തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അടുത്ത പ്രാവശ്യം അൻവറിന് സീറ്റ് കൊടുക്കാനും അൻവറിന് പാർട്ടി ചിഹ്നം കൊടുക്കാനും പാർട്ടി ചിഹ്നത്തിൽ ജയിപ്പിച്ചെടുക്കാനും ഒക്കെ അവർ തയ്യാറത്. അങ്ങനത്തെ അൻവറിനെ തള്ളി പറയണോ? അതല്ല, അൻവറിനെ തള്ളി പറയാന്ന് പറഞ്ഞാൽ അൻവർ കൊണ്ടുവന്ന പ്രശ്നങ്ങൾ മുഴുവൻ തള്ളി പറയുന്ന. അങ്ങനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ ആ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ഈ പ്രശ്നം ശരിക്കും കണ്ണൂർ ജില്ലയിലെ പാർട്ടിയിൽ നിന്നാണ് ഇതിന് മറുപടി വരാനുള്ളത്. അത് ഈ പിന്നെ തുടങ്ങിക്കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളുടെ അടുത്ത ഘട്ടം ഏരിയ കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി തരത്തിലേക്ക് എത്തുമ്പോൾ CPM-ൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് അൻവർ ഉയർത്തിയ പ്രശ്നങ്ങൾക്കുള്ള മറുപടി വരിക എന്നാണ് ഞാൻ കരുതുന്നത്. സാഹിബ്, അന്വേഷണം ഏത് വഴിക്ക് നീങ്ങിയാലും അൻവർ ഉയർത്തിവിട്ട ചോദ്യങ്ങൾ ഇപ്പോൾ നാസർക്ക് പറഞ്ഞ പോലെ ആ പാർട്ടിയെയും സർക്കാരിനെയും ഏതെല്ലാം നിലക്ക് പ്രതിരോധത്തിലാക്കും? സൈഫ്, ഇതിലൊരു ബേസിക്കായ പ്രശ്നം എന്ന് വെച്ചാൽ അൻവർ ഉയർത്തിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം ഇങ്ങനത്തെ കുറേ രാഷ്ട്രീയ സംഗതികൾ ഉപജാപങ്ങളിൽ പെട്ട് അവസാനിക്കുന്നു എന്നുള്ളതാണ്. ഇത് ആരാണ് അൻവറിൻ്റെ പിറകിൽ? കണ്ണൂർ ലോബിയാണോ? അല്ലെ കണ്ണൂർ ലോബിക്കിടയിലെ അധികാര തർക്കത്തിൻ്റെ ഭാഗമാണോ? അല്ലെ അൻവർ ഒറ്റയ്ക്കാണോ? അല്ലെ വേറെ എന്തെങ്കിലും പ്രോജക്റ്റിൻ്റെ ഭാഗമാണോ? മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് തന്നെയാണ്? ഇങ്ങനെയൊക്കെയുള്ള കുറേ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടല്ലോ. ഈ ഡിസ്കഷൻസൊക്കെ അപ്രസക്തമാണെന്ന് ഞാൻ പറയുന്നത്. അൻവർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ സൈഫു, ഈ അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ കുറേ അധികം കാര്യങ്ങൾ ഈ ഔട്ട് ഓഫ് ഫോക്കസിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തതാണ് മലപ്പുറത്തെ പോലീസുമായി ബന്ധപ്പെട്ട്. എന്താണ് കേരള പോലീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? 2016 മുതൽ ഈ പിണറായി വിജയൻ അധികാരത്തിലെത്തിയത് മുതൽ കേരള പോലീസിൽ, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമ്മൾ കുറേ കാലമായി ഡിസ്കസ് ചെയ്യുന്ന വിഷയമാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യത്തിലെത്തിയ ഘട്ടത്തിലാണ് അതെല്ലാം കൂടെ ഒന്നിച്ച് പറഞ്ഞുകൊണ്ട് ഒന്നിച്ച് പുറത്തേക്ക് അങ്ങോട്ട് പ്രവഹിപ്പിച്ചുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞു, 2016 രമൺ ശ്രീവാസ്തവ എന്ന് പറയുന്ന ആളെ മുഖ്യ ഉപദേഷ്ടാവായി വെച്ചുകൊണ്ടാണ് പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ രമൺ ശ്രീവാസ്തവ ആരാണ്? ഐ വോണ്ട് ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം ബസ്റ്റാർഡ്സ് എന്ന് ആക്രോശിച്ച, ഈ പറയുന്ന വയർലെസ്സിലൂടെ ആക്രോശിച്ച ആളാണ്. എന്നിട്ട് 11 വയസ്സുകാരി സിറാജുന്നൂസയുടെ ഡെഡ് ബോഡിയാണ് അയാൾക്കതിന് സമ്മാനമായി പോലീസുകാർ കൊടുത്തത്. ഈ മനുഷ്യൻ്റെ ഉപദേശത്തിലാണ് ഈ ആഭ്യന്തര വകുപ്പ് 2016 മുതൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ അവസാനം അൻവർ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കേരളത്തിലെ സൂപ്പർ DGP ആയിട്ട് പ്രവർത്തിക്കുന്ന ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള ADGP അജിത് കുമാർ, അയാൾ RSSന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. RSSൻ്റെ ഇംഗിതമാണ് നടപ്പിലാക്കുന്നത്. ഇത് കഴിഞ്ഞ് കുറേ കാലമായി ഇവിടെ പലരും പറയുന്നുണ്ടല്ലോ. ഈ പറയുന്ന ആളുകൾ ഈ വാദത്തെ എങ്ങനെയാണ് ഇടതുപക്ഷം പ്രതിരോധിച്ചത്? ഇത് പറയുന്നവരെ മൂരി എന്ന് വിളിക്കുക, മൗദൂദി എന്ന് വിളിക്കുക, സുഡാപ്പി എന്ന് വിളിക്കുക. എന്നിട്ട് ഈ മൗസു ഇക്വേഷൻ ഇത് കൊണ്ടുവന്ന് ഈ വാദങ്ങൾ ഇല്ലാതാക്കാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതല്ല, ഇവിടെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സംഘപരിവാറിന് വേണ്ടിയുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയാണ്. അപ്പോൾ അതിൽ ഈ പറയുന്ന അജിത് കുമാർ എന്ന് പറയുന്ന റിംഗ് ലീഡറാണ്. അയാൾ നൊട്ടോറിയസ് ക്രിമിനലാണ്. അയാൾ കൊല്ലിക്കുന്ന ആളാണ്.
അയാൾ പോലീസിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ വരെ ഫോൺ ചോർത്തുന്ന ആളാണ്. അയാൾ BJPക്ക് വേണ്ടി പൂരം കലക്കി കൊടുത്ത ആളാണ്. ഇതൊക്കെ ആരാ പറയുന്നത്? ഇത് പറയുന്നത് ഭരണപക്ഷ MLA ആണ്. അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ സുജിത് ദാസുമായി ബന്ധപ്പെട്ട്, സുജിത് ദാസ് അവിടെ അധികാരം SP ആയതിനു ശേഷം അവിടെ ഉണ്ടായ കേസുകളുടെ വർധനയെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. 12,000 മലപ്പുറം ജില്ലയിൽ ആവറേജ്, 12,000 ചില്ലാൻ, 12,600, 12,200, 300 ഒക്കെ ആയിട്ടാണ് മലപ്പുറം ജില്ലയിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പറയുന്ന സുജിത് ദാസ് SP അതിന് ശേഷം 2021 ആ കേസുകൾ 19,045 ആവുകയാണ് 2021. 2022 അത് 26,959 ആവുകയാണ്. 2023 ഞാൻ പറയാൻ കാരണം ഞാൻ കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് സംസാരിക്കുന്ന 2023 മുഴുവൻ കണക്കുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 2023 അത് 40,428 ആവുന്നുണ്ട്. ഇത് പോലീസിൻ്റെ തന്നെ ഔദ്യോഗിക കണക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 12,000 ചില്ലാൻ കേസുകളുണ്ടായിരുന്ന ജില്ലയിൽ പെട്ടെന്ന് 19,000 ഒരു SP വരുന്നു. ആ SP വന്നതിന് ശേഷം അത് 19,000 ആവുന്നു. തൊട്ടടുത്ത വർഷം 26,000 ആവുന്നു. തൊട്ടടുത്ത വർഷം 40,000 ആവുന്നു. 2024 ജൂലൈയിലുള്ള ജൂലൈ 26 വരെയുള്ള കണക്കാണ് ഇത്. 2024 ജൂലൈ 26 ആകുമ്പോഴേക്ക് 22,816 ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 50,000 2024 ഈ പോക്കാണ് പോകുന്നത്. 50,000 കടക്കും. എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയിൽ മാത്രം അസാധാരണമായ ഈ ഒരു വർധനവ് ക്രിമിനൽ കേസുകളുടെ കാര്യത്തിലുണ്ടാകുന്നത്? ഇത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ സൗത്ത് ഇന്ത്യയിലെ ക്രിമിനൽ ക്യാപിറ്റലായി മലപ്പുറം ജില്ല മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ക്രിമിനൽ ക്യാപിറ്റലായി മലപ്പുറം ജില്ലയെ മാറ്റുവാനാണ് പ്ലാൻ. അതുകൊണ്ടാണ് ഈ പരാതികൾ, ഈ സുജിത് ദാസിനെതിരെ നിരന്തരമായ പരാതികൾ ഉണ്ടായിട്ടും ഒരു തവണ പോലും അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റാൻ സർക്കാർ സന്നദ്ധമായില്ല. 3.5 വർഷമാണ് അയാൾ കസേരയിലിരുന്നത്. അവസാനം താമർ ജഫ്രിയുടെ ജീവൻ എടുക്കേണ്ടി വന്നു അയാൾക്ക് അവിടെ നിന്ന് പോകാൻ. അപ്പോഴും ഔദ്യോഗികമായ ട്രാൻസ്ഫർ അല്ല, അധിക പരിശീലനത്തിന് വേണ്ടി ഹൈദരാബാദിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം മലപ്പുറം ജില്ലയിൽ ആ കസേരയിൽ കൊണ്ട് ഇരുത്തിയിരിക്കുന്ന ആരെയാണ്? ശശിധരൻ. ഈ ശശിധരൻ ആരാണെന്നറിയോ സൈഫുദ്ദീൻ? കേരളത്തിലെ ആദ്യത്തെ തീവ്രവാദ കേസ് എന്താ പറയുക എന്ന മഹത്വവൽക്കരിക്കപ്പെട്ട പാനായിക്കുളം സിമി കേസുണ്ടല്ലോ, ആ സിമി കേസ്, പാനായിക്കുളം കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനാണ്. അന്ന് അദ്ദേഹം മലപ്പുറം അഡ്മിനിസ്ട്രേറ്റീവ് DYSP ആയിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് പാനായിക്കുളം കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുന്നത്. പാനായിക്കുളം കേസിൻ്റെ കഥ എന്താണ്? ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ബാനർ അടിച്ച് നോട്ടീസ് വിതരണം ചെയ്ത് നടത്തിയ ഒരു പബ്ലിക് ഇവൻറ്റ്, അതൊരു തീവ്രവാദ ഗൂഢാലോചനാ യോഗമാണെന്ന് മുദ്രകുത്തി 1 ഡസനോളം ചെറുപ്പക്കാരെ വർഷങ്ങളോളം കാരാഗൃഹത്തിൽ അടച്ച കേസാണത്. എന്നിട്ട് അവസാന കേസിന് എന്താ സംഭവിച്ചത്? ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഇവരെല്ലാവരെയും വെറുതെ വിട്ടു. ഇവർക്ക് കൊടുത്ത ശിക്ഷയിൽ ഇളവ് വരുത്തുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. മുഴുവൻ NIA കോടതി 16 വർഷത്തേക്കോ 12 വർഷത്തേക്കൊക്കെയാണ് ശിക്ഷിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ എല്ലാവരെയും വെറുതെ വിട്ടു. എന്നിട്ട് മുഴുവൻ ഫാബ്രിക്കേറ്റഡാണ്. ഇതിൽ കേസ് ഡയറി ഫാബ്രിക്കേറ്റഡാണ്, സാക്ഷിമൊഴികൾ സർവ്വതും ഫാബ്രിക്കേറ്റഡ് ആണെന്ന് ഹൈക്കോടതി വിധിയുടെ കേസ്. ആ കേസ് നടത്തിയ ആളാണ് ആര്? ഈ ശശിധരൻ. പിന്നെ NIA സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതി പരിശോധിക്കാൻ തയ്യാറായില്ല. ഇത് ഹൈക്കോടതി പറഞ്ഞത് സമ്പൂർണ്ണമായും ശരിയാണ്. ഹൈക്കോടതി സമ്പൂർണ്ണമായി ശരിവെച്ചുകൊണ്ടാണ് സുപ്രീം കോടതി അതിൽ നടപടിയെടുക്കുന്നത്. അപ്പം ഈ മനുഷ്യന് ഈ പാനായിക്കുളം കേസ് അന്വേഷിച്ച് ഇത്രയും ചെറുപ്പക്കാരെ ഇത്രയും കാലം അകത്തിട്ട ഈ മനുഷ്യൻ തന്നെ പിടിച്ച് സവിശേഷമായി തെരഞ്ഞു പിടിച്ച് മലപ്പുറത്ത് ഇപ്പം സുജിത് ദാസ് പോയപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. സുജിത് ദാസ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന നിശ്ചയത്തോടു കൂടി അതേ ട്രാക്ക് റെക്കോർഡുള്ള മറ്റൊരുത്തനെ പിടിച്ച് മലപ്പുറത്ത് കൊണ്ട് ഇരുത്തിയിരിക്കുകയാണ്. ഇതൊക്കെ വെറുതെ സംഭവിക്കുന്നത് നമ്മളങ്ങ് വെറുതെ വിചാരിച്ചു കൊടുക്കണം. ഞാൻ പറയും 12,000 ചില്ലാൻ കേസുകളുണ്ടായിരുന്ന മലപ്പുറത്ത് നിന്ന് അത് 26,000-ലേക്കും 40,000-ലേക്കും മാറിയെന്ന് പറയുമ്പോൾ അത് കണക്കുകളിലൊരു മാറ്റമല്ല സൈഫു. അത്രയും അധികം 10,000-കണക്കിന് കേസുകളിൽ വർധന വരികയാണോ? ഇതിൽ പ്രതികളാക്കപ്പെട്ട 10,000-കണക്കിന് ചെറുപ്പക്കാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, അവരുടെ ജീവിതമുണ്ട്, അവരുടെ ആയുസ്സുണ്ട്, അവരുടെ വിദേശ ജോലിയുണ്ട്.
കള്ളക്കേസുകളിൽ കൊടുക്കപ്പെട്ട് വിദേശ ജോലി നഷ്ടപ്പെട്ട എത്ര ചെറുപ്പക്കാർ മലപ്പുറത്തുണ്ട്. എന്തിനു വേണ്ടിയാണ് അവർ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത്? ഈ സുജിത് ദാസിൻ്റെ ഈ ലീലാവിലാസങ്ങൾക്ക് വേണ്ടി. അയാൾ ആരുടെ ഓർഡർ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? അയാൾ പ്രവർത്തിക്കുന്നത് ADGP അജിത് കുമാറിൻ്റെ ഓർഡർ അനുസരിച്ച്. ADGP അജിത് കുമാർ ആരുടെ ഓർഡർ അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്? RSSൻ്റെ ഓർഡർ അനുസരിച്ച്. ഇന്ന് ആരാ പറഞ്ഞത്? ഇന്ന് പറഞ്ഞത് ഭരണപക്ഷ MLA PV അൻവർ. ഇതാണ് ഇതിലെ അടിസ്ഥാന പ്രശ്നം. ഇതാണ്. ഇതേക്കുറിച്ച് ചർച്ച ചെയ്യാതെ ഇത് CPMൻ്റെ അധികാര സമവാക്യത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരും, അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളിൽ ഏത് വിധത്തിൽ ചർച്ച ചെയ്യപ്പെടും, അല്ലെങ്കിൽ ADGP അജിത് കുമാർ ഇനി എവിടെ ഇരിക്കും, സുജിത് ദാസിന് ഇനി എന്തായിരിക്കും, ഇതൊന്നുമല്ല ഇതിലെ വിഷയം. ഇത് നമ്മുടെ കേരള പോലീസിൽ ഒരു ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടെന്നും RSSനാൽ നിയന്ത്രിക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു. അതിന് നെടുനായകത്വം വഹിക്കുന്ന പോലീസ് ഓഫീസർ എന്നുള്ളത് മാത്രമാണ് ADGP അജിത് കുമാറിൻ്റെ അയാളുടെ സ്ഥാനം എന്ന് പറയുന്നത്. നോക്കൂ, 2016 ശേഷം കേരളത്തിലുണ്ടായ സവിശേഷമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ കേരളീയ സമൂഹത്തെ വിഭജിക്കുന്ന, കേരളീയ സമൂഹത്തിൽ വിഷം കുത്തിച്ചെലുത്തുന്ന ഡസൻ കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങൾ കൂടുപോലെ പൊട്ടിമുളച്ച കാലമാണ്. യൂട്യൂബ് ചാനലുകൾ, വെബ്സൈറ്റുകൾ, അവയുടെ ഒരൊറ്റ പണിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കുക, കൃത്യമായി പറഞ്ഞാൽ പച്ചയായ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ വിഷപ്രചാരണം അഴിച്ചുവിടുന്ന നിരവധിയായിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ, വെബ് പോർട്ടലുകൾ ഈ 2016 ശേഷം സവിശേഷമായി സജീവമായി നമുക്ക് കാണാൻ പറ്റും. അവർ സൃഷ്ടിക്കുന്ന ക്ലിപ്പിങ്ങുകളുണ്ട്, അവരുണ്ടാക്കുന്ന വാർത്തകൾ എന്ന പേരിലുള്ള ഈ സ്തോഭജനകമായ വിഷപ്രചാരണങ്ങളുണ്ട്. ഇത് വാട്സപ്പ് ഫോർവേഡുകളായിട്ട് പ്രചരിക്കുന്നത് പ്രധാനമായും ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ കൂടെയാണ്. അത് കൺസ്യൂം ചെയ്തിട്ടാണ് ഇവർ യൂണിഫോം ഇട്ട് ഓഫീസിൽ വരുന്നത്. അപ്പോൾ അത് കേട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഹൈറാർക്കിയെ കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന് നെടുനായകത്വം കൊടുത്ത ആളാണ് അജിത് കുമാർ. അയാൾ പ്രേരണ സ്വീകരിക്കുന്നത് പ്രമുഖന്മാരിൽ നിന്നാണ്. ഏതൊക്കെ പ്രമുഖന്മാരാണ് അയാൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വഴിയെ വെളിപ്പെട്ട് വരുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, RSS നിയന്ത്രിക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റ്, അതിൻ്റെ കയ്യിലാണ് കേരള പോലീസ്. പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി എന്നുള്ളത് ഒരു ഔപചാരികമായിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണ്. ഔപചാരികതയ്ക്ക് വേണ്ടി നമ്മൾ പറയുന്ന കാര്യം മാത്രമാണ്. കേരള പോലീസ് RSS നിയന്ത്രിക്കുന്ന ഒരു ഡീപ്പ് സ്റ്റേറ്റിൽ നിയന്ത്രണത്തിലുള്ള ആളാണ്, സംവിധാനമാണ്. അത് കുറേ കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഭരണപക്ഷത്തുള്ള ഒരു MLA അത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് പുതിയ വിശേഷം. അതേക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എങ്ങനെയാണ് കേരള പോലീസ് RSSന് ഉള്ളം കയ്യിൽ വെച്ച് കൈകാര്യം ചെയ്യാവുന്ന ഒരു സംവിധാനമായി മാറിയത് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയം. അതിനെ അഡ്രസ്സ് ചെയ്യുവാൻ, ആ ഒരു പ്രശ്നം ഉണ്ടെന്ന് അംഗീകരിക്കുവാനും അതിനെ അഡ്രസ്സ് ചെയ്യുവാനും LDF സർക്കാരിനോ CPM എന്ന പാർട്ടിക്കോ സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഇത്ര 8 വർഷം നമ്മുടെ അനുഭവം എന്ന് പറയുന്നത്. ഇതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അത് ചർച്ച ചെയ്യാതെ ബാക്കി എന്ത് നമ്മൾ ചർച്ച ചെയ്താലും അതെന്താണ്, പൊന്തക്കടിക്കുന്നത്, ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ് എന്ന് പറയുന്ന പരിപാടി മാത്രമായിരിക്കും. അതിലൊരു പ്രശ്നമുള്ളത്, ഈ സംഗതി ഉയർന്നു വരുന്ന സമയം പ്രധാനമാണ്. ഈ പറഞ്ഞ 8 വർഷമായി ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷം. ആദ്യത്തെ 5 വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ 3 വർഷം. രണ്ടാമത്തെ ഗവൺമെൻറ്റിൻ്റെ 3 വർഷം എന്ന് പറഞ്ഞാൽ CPM സമ്മേളനങ്ങൾ തുടങ്ങാനിരിക്കുന്ന സമയമാണിത്. സമ്മേളനങ്ങൾ തുടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് ഈ സംഗതി പുറത്തേക്ക് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൽ അവിടെ ചർച്ച വരും. ഇത് CPMലെ ചർച്ച ശ്രദ്ധിക്കേണ്ടതുണ്ട്, CPM ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാരണം ഇതുതന്നെയാണ്. കേരളത്തിലെ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും ഏറ്റവും ആധികാരിക നേതാവുമായ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ 8 വർഷമായിട്ടും അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിട്ട് തുടരുകയും ചെയ്യുമ്പോൾ ഇതാണ് ഈ സംസ്ഥാനത്ത് നടക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്കകത്ത് ചർച്ച വരേണ്ടതാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ ഒരു ചരിത്രമുള്ളത് 1957 വെറും 2 വർഷമാണ് CPM അധികാരത്തിൽ നിന്ന്. വെറും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ 1957 അധികാരത്തിൽ വന്ന് 59 ജൂലൈ 31 ആ മന്ത്രിസഭ പിരിച്ചുവിടുന്നു. 2 വർഷം മാത്രം. ഈ 2 വർഷത്തിനിടയിൽ 3 ആളുകൾ ആഭ്യന്തരമന്ത്രിയായിട്ടുണ്ട്.
ആദ്യം ഈ പറഞ്ഞതുപോലെ പിണറായി വിജയൻ്റെ മന്ത്രിസഭ പോലെ തന്നെ 57 മന്ത്രിസഭ ഉണ്ടാക്കുമ്പോൾ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് തന്നെയായിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, ഒരു വർഷം തികയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ മാറ്റി പാർട്ടി കമ്മിറ്റി പറഞ്ഞു മാറ്റി. ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശരിയാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാറ്റി. അതിനുശേഷം പിന്നെ കൃഷ്ണയ്യരെ കൊണ്ടുവന്നു. കൃഷ്ണയ്യർക്കും ശേഷം വിമോചന സമരം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൃഷ്ണയ്യരെയും കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെയും പാർട്ടി കമ്മിറ്റി തന്നെ പറഞ്ഞു മാറ്റിച്ചിട്ട് പിന്നെ CH മേനോനെ ആഭ്യന്തരമന്ത്രിയാക്കി. ഇങ്ങനെ 2 വർഷത്തിനിടയിൽ 3 ആഭ്യന്തരമന്ത്രിമാരെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ 2 വർഷത്തിനിടയിൽ 2 തവണ ആഭ്യന്തരമന്ത്രിമാരെ മാറ്റാൻ ധൈര്യം കാണിച്ചിരുന്നൊരു പാർട്ടി ഇപ്പം ഇത്രയും കാലം എത്തിയപ്പോൾ ആ പാർട്ടിക്ക് 8 വർഷം കഴിഞ്ഞിട്ടും ഇത് പരിപൂർണ പരാജയമാണ് എന്ന് കഴിഞ്ഞിട്ടും മാറ്റാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണെങ്കിൽ ഈ സമ്മേളനത്തോടു കൂടി, ഈ അൻവർ ഉയർത്തിവിട്ട ഈ വിഷയത്തോടു കൂടി ആ ഒരു ചർച്ച അതിനകത്തുള്ളിൽ ഉയർന്നു വരും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പോലീസിനകത്തെ ക്രിമിനൽ മാഫിയ അധോലോകത്തെക്കുറിച്ചും അതിൻ്റെ RSS ലിങ്കിനെ കുറിച്ചുമൊക്കെ ഇത്ര വലിയ വിവരങ്ങളൊരു ഭരണപക്ഷ MLA നൽകിയിട്ടും അതെത്ര ഗൗരവത്തോടു കൂടി സർക്കാരും പാർട്ടിയും ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിരാശയോടെ നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യം.